ഹായ്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേണ്ട മരം നിൽക്കുന്നത് കണ്ടോ, പടപ്പം മരം അങ്ങ് കണ്ടത് എടുത്ത് നിൽക്കുന്നൊരു മരമായിരുന്നു കേട്ടോ. അത് ഭയങ്കര ലുക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ട് നിൽക്കുക ചെയ്ത് എനിക്ക് പെട്ടെന്നൊരു ആകാംക്ഷ തോന്നി, ഒരു ഡാൻസ് കളിച്ചാലോ എന്ന്. അങ്ങനെ ഞാനൊരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങടക്ക ഹായ് എന്നെ അത്ര പൊളിച്ച് നല്ല രീതിയിൽ പോയി. ഇവിടെ സൂരജ് ഉണ്ടായിരുന്നു, സൂര്യ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, ചേട്ടായി ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ച് അങ്ങോട്ട് തകർത്ത്. യോയോ പിള്ളേരായിരുന്നു കേട്ടോ കൂടുതലുള്ളത്, നമ്മുടെ ചെത്ത് പിള്ളേരായിരുന്നു. അവരൊക്കെ നല്ല വൈബായിരുന്നു, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഒത്തിരി താമസിച്ചു പോയി, സമയം കഴിഞ്ഞ് പോയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞായിരുന്നു. അങ്ങനെ എന്തായാലും ഈ വർഷത്തെ 2015 ന്യൂ ഇയർ ഞങ്ങൾ തകർത്ത് വാരി കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഭയങ്കര വൈബായിരുന്നു. അവന് സൂര്യൻ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്, രേഷയുടെ നാണമൊക്കെ ഉണ്ടോ. അപ്പോൾ അങ്ങനെ നല്ല വൈബായിട്ട് തന്നെ ഈ പ്രാവശ്യം പോകുന്നു. അപ്പോൾ സൂര്യന് ഭയങ്കര സന്തോഷമായിപ്പോയി. അവന് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്, അവനത് പറയുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ചേച്ചി ഞാൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഭയങ്കര സന്തോഷമായിപ്പോയി. അതുകൊണ്ട് ആ മരം എന്നെ ലുക്കായിരുന്നു അറിയാം. പക്ഷെ അതിൻ്റെ അടുത്ത് ഇടക്കിടക്ക് മിന്നി മറയുന്ന ഓരോ വെട്ടം ഉണ്ടായിരുന്നു ആ മരത്തിൽ. അതായിരുന്നു എൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എന്തായാലും ഞങ്ങൾ മൻമോഹൻ സിംഗ് മരിച്ചത് കൊണ്ട് അപ്പോൾ സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചെന്ന് നോക്കാമെന്ന് ഓർത്ത് ചെന്നപ്പോഴാണ് അവിടെ പപ്പാനിയൊക്കെ കത്തിച്ചു. നല്ല രസമായിരുന്നു കാണാൻ, ഭയങ്കര വൈബായിരുന്നു. പിള്ളേരൊക്കെ തകർത്ത് വാരി ജില്ല് നടക്കുന്നുണ്ട്. നിലം തൊടുന്ന പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൊച്ചി പിള്ളേരെന്ന് പറഞ്ഞാൽ പെട്ടപ്പം പിള്ളേരായിരുന്നു. എന്നാണേലും ഭയങ്കര വൈബായിരുന്നു. എല്ലാം തുള്ളും ഡാൻസും. ഈ സ്പ്രിങ്ങിൽ കാല് വിറ്റിയതുപോലെ ആയിരുന്നു എന്നാലും മക്കളെല്ലാവരും എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്താണെങ്കിലും ഒത്തിരി പരിചയമുള്ള ആൾക്കാരൊക്കെ വരികയും സംസാരിക്കുകയും, സുതിമോളെ നമ്മളെ കൊച്ചല്ലേ എന്നാ ഉണ്ടോടാ വിശേഷം എന്നൊക്കെ ചോദിച്ച് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്താണേലും ഇനി എന്നെ ചേർത്തലയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു ന്യൂ ഇയർ അറിഞ്ഞ് എന്നെ കണ്ടു, സംസാരിച്ചു, ഒത്തിരി സംസാരിച്ച് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ, സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായെന്നൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ പേടിക്കേണ്ട സുതിമോളെ, ഞങ്ങളെല്ലാം സപ്പോർട്ടുണ്ട്, സുതിമോളുടെ എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. എന്തായാലും അവർ ഒത്തിരി നേരം നിന്ന് സംസാരിച്ച് ഞങ്ങളടുത്ത്. അത് തന്നെ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു. കാരണം പുറത്തിറങ്ങുമ്പോൾ 10 മനുഷ്യർ നമ്മൾ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് പോയിരുന്നു. എന്തായാലും ന്യൂ ഇയർ അടുത്തടുത്ത് വരുന്നു. നമ്മുടെ ന്യൂ ഇയറിന് പപ്പാനി കത്തിക്കാനുള്ളതും ഒക്കെ സമയം അടുത്തടുത്ത് വരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര വൈബിൽ നിൽക്കുകയായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമായിപ്പോയി. കുഞ്ചനും ബലനും ഒക്കെ ഇങ്ങോട്ട് കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിൽ ഓടി നടക്കുകയാണ്. കാരണം അവർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത സീനായിട്ട് അവർ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു എന്താണല്ലോ ഈ പോക്ക് ഞങ്ങളുടെ. എന്താണേലും 27, 26, 25, 24, 23, 22, 21, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
ഇവിടെ നിൽക്കുന്ന പപ്പാനിനെ കണ്ട നല്ല സുന്ദരനായ പപ്പാനി, നല്ല അടിപ്പം പപ്പാനിയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാഴ്ചയാണ് കേട്ടോ ഓർമ്മ വന്നത്. നമ്മൾ മൂട്ടി തീ വരുന്ന റോക്കറ്റെ കൂടെ കയറി ബഹിരാകാശത്ത് എത്തി കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറേ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഓടിച്ചാടി നടക്കുന്ന ഒരു സ്പോട്ടുണ്ടല്ലോ നമ്മുടെ അങ്ങ് മുകളിലാട്ടോ ആകാശത്ത്. ആ ഒരു ഏരിയ ആയിട്ടാണ് പെട്ടെന്ന് ഇവിടെ ഫീൽ ചെയ്ത് കൊടുക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് മിന്നി മറയുന്ന നക്ഷത്രങ്ങൾ, മിന്നി കൂട്ടങ്ങൾ, മറ്റേ ഫ്ലൂട്ടോ ഒക്കെ പോലത്തെ കുറേ ഗ്രഹങ്ങൾ ഒക്കെ തൂങ്ങിക്കിടന്ന് ആടുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര ഫീലായിരുന്നു ഇവിടെ. എന്നാലും ഭയങ്കര വൈബായിരുന്നു. എന്നാലും ഇവിടെ പോകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കണ്ടോ, നമ്മളെന്തോ ഏതോ ഒരു വലിയ മറ്റേ അവതാറിനകത്ത് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, നീലക്കുളം ഒഴുകി കിടക്കുന്ന അതിൻ്റെ ഒക്കെ അടിയിലൊക്കെ നിൽക്കുന്ന ഒരു മൂടായിരുന്നു കേട്ടോ ഇവിടെ. ഭയങ്കര വൈബായിരുന്നു. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്. നമുക്കെന്നാലും 2025 തുടങ്ങിയത് ഭയങ്കര മൂഡിലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ലുലുമാളിൽ പോയൊരവസ്ഥ തന്നെയായിരുന്നു ഇവിടെ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചി ഇതെങ്ങനെ ചേച്ചി ലുലുമാളിൽ പോയപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന മക്കളെ, നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന പഴങ്ങളോ കാര്യങ്ങളോ കണ്ടില്ല. ഇത്ര ഫീലായിരുന്നു അത്. ഹായ്, 2024 എന്ന് പറയുന്ന ഒരു വർഷം എനിക്ക് ഒത്തിരി നല്ല വർഷമായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റായി വന്ന വർഷമായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട വർഷമായിരുന്നു 2024. അപ്പം ഇനി അടുത്ത് 2025 കടന്നിരിക്കുകയാണ്. ആ വർഷവും എനിക്ക് നല്ല ഉഗ്രൻ സംഭവങ്ങൾ വരട്ടെ എന്ന് ഞാൻ സ്വയമായിട്ട് ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും. താങ്ക് യു.